So welcome back to our channel CTech, a K2 tuition for computer science. So നമ്മൾ S5 K2 CSEയുടെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ ഫ്ലാറ്റ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തല്ലേ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്താൽ, എന്താണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ, അതുപോലെ എന്താണ് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ബേസിക് കാര്യങ്ങളും പഠിച്ചു. അതുപോലെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ DFA എന്താണെന്നും പഠിച്ചു. DFAയുടെ ഒരു കുഞ്ഞു പ്രോബ്ലം ചെയ്ത് നമുക്കിനി വേറൊരു DFA എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, ഒരു DFA കൺസ്ട്രക്ഷൻ്റെ വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്താം. സോ പ്രോബ്ലം ഇങ്ങനെയാണ്: കൺസ്ട്രക്റ്റ് എ DFA ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ABA എന്ന് പറയുന്ന സ്ട്രിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്ത് വേണം ആ ഒരു DFA കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണ്, സ്ട്രിങ് കൺസ്ട്രക്ട് ചെയ്യുക. സ്ട്രിങ് എങ്ങനെയായിരിക്കും? സോ AB വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് തന്നെ എന്തായിരിക്കും? AB ആയിരിക്കും അല്ലേ. ഫസ്റ്റ് AB ആയിരിക്കും. നമുക്കിവിടുത്തെ ആൽഫബറ്റ്സ് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? സിഗ്മ എന്താണ്? A, B ആണ്. എയും ബിയും ആണ് ആൽഫബറ്റ്സ്. അപ്പോൾ ABയെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്തൊക്കെ വരാം? AB വരാം ഇല്ലേ. ABയെ വന്ന് സ്റ്റാർട്ടിങ് ABയെ കാണണം. പിന്നെ അങ്ങോട്ട് എന്ത് ആൽഫബറ്റ്സ് വന്നാലും കുഴപ്പമില്ല, എയോ ബിയോ വരാം. സോ നമുക്ക് നെക്സ്റ്റ് എന്ത് വരാം? AB വരാം. അതേപോലെ A വരാം. അങ്ങനെ എന്ത് വേണോ നമ്മുടെ സ്ട്രിങ്ങിൽ വരാം. അപ്പോൾ സ്ട്രിങ് ഏകദേശം മനസ്സിലായല്ലോ. നമ്മൾ സ്ട്രിങ് ഒന്ന് കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് Q, അതായത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നോക്കാം. Q ഈക്വൽ നമുക്ക് എന്തൊക്കെ സ്റ്റേറ്റ്സ് ഇവിടെ വേണം? Q0 വേണം അല്ലേ. Q0 എന്താണ്? ഇനിഷ്യൽ സ്റ്റേറ്റ് ആക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? Q1 എന്താണ്? സ്ട്രിങ് സ്റ്റാർട്ടിങ് വിത്ത് A. നെക്സ്റ്റ് Q2 എന്താക്കാം? Q2 ആണ് നെക്സ്റ്റ്. അതായത് ഇതിൽ A എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് Q1. Q2 എന്തായിരിക്കും? സ്ട്രിങ് വിത്ത് AB. നെക്സ്റ്റ് AB. അടുത്ത് Q3 എന്തായിരിക്കും? സ്ട്രിങ് വിത്ത് ABA. ഓക്കെ. ഇനി നെക്സ്റ്റ് Q5, അതായത് റിജക്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഒന്നും കൂടി നമുക്കത് സെറ്റായിട്ട് എഴുതാം. Qൻ്റെ അകത്ത് നമുക്ക് Q0 ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട് ആൻഡ് Q5 ഉണ്ട്. ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇത്രയും ഓക്കെ അല്ലേ. അപ്പോൾ അതിൽ Q0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. Q1 എന്ന് പറഞ്ഞാൽ A ആണ്. Q2 എന്ന് പറഞ്ഞാൽ AB ആണ്. Q3 എന്ന് പറഞ്ഞാൽ സ്ട്രിങ് സ്റ്റാർട്ടിങ് വിത്ത് ABA ആൻഡ് Q5 ഈസ് ദ റിജക്ട് സ്റ്റേറ്റ്. ഇത്രയും ഓക്കെ അല്ലേ. ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എൻ്റെ ഒരു ഇതിൽ നമുക്കൊരു DFA കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം DFA നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഇത് ഇത്രയും ഡേറ്റ വെച്ച് നമുക്കൊരു DFA കൺസ്ട്രക്ട് ചെയ്യാം ഇല്ല, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യാം. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്സ് വെച്ച് നമ്മളൊരു ട്രാൻസിഷൻ ടേബിൾ വരച്ച് അതിൽ നിന്ന് DFA കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ എന്ത് വരച്ച് നോക്കാം? ട്രാൻസിഷൻ ടേബിൾ വരച്ച് നോക്കാം. ഇത്രയും ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ എന്ത് വരയ്ക്കാൻ പോകണം? ഒരു ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാൻ പോകണം. ഓക്കെ. അപ്പോൾ ട്രാൻസിഷൻ ടേബിൾ എങ്ങനെ വരയ്ക്കാം? നമ്മുടെ 2 ആൽഫബറ്റ്സ് ആണ് നമുക്കിതിൽ വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? A വരുന്നുണ്ട്, B വരുന്നു. ഓക്കെ. ഇൻപുട്സ് ആണിത്. എയും ബിയും ഇൻപുട്സ് ആണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത്ര ഓക്കെ അല്ലേ. നമുക്കിനിയുള്ള എല്ലാ സ്റ്റേറ്റ്സും ആ കോളത്തിൽ ഫില്ല് ചെയ്യാം, ആ ബോക്സിലെ ടേബിളിൽ ഫില്ല് ചെയ്യാം. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത്? Q0, Q1, Q2, Q3 ആൻഡ് Q5. 5 സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ. സോ ഈ Q0 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? Q0 എന്നാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ എന്ത് വെച്ചാണ്? എപ്സിലോൺ വെച്ചായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എപ്സിലോൺ വെച്ചാണ് Q0. Q1 ആണെങ്കിലോ? Q1 നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് വിത്ത് A ആണ്. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ A ആണ്. Q2 സ്റ്റാർട്ടിങ് വിത്ത് AB ആണ് Q2. Q3യോ സ്റ്റാർട്ടിങ് വിത്ത് ABA. അപ്പോൾ എന്ത് വരും? ABA. ഓക്കെ. ഇനി Q5 ആണെങ്കിൽ റിജക്ട് സ്റ്റേറ്റ്, RS എന്നോ റിജക്ട് സ്റ്റേറ്റ് എന്നോ ഇടാം. ഇത്രയും ക്ലിയർ അല്ലേ. ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെ ട്രാൻസിഷൻ ടേബിൾ ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പറയാം ആദ്യം Q0 ഇൻറ്റു A ആണ് ചെയ്യണം. എന്താ ചെയ്യണം? Q0 ഇൻറ്റു A. Q0 ഇൻറ്റു A, ഡെൽ ഓഫ് Q0 ഇൻറ്റു A എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? Q0 എന്താണ് ഇവിടെ? എപ്സിലോൺ. അതായത് Q0 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഇൻറ്റു A. എപ്സിലോൺ ഇൻറ്റു A ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? A തന്നെ കിട്ടുള്ളൂ. എപ്സിലോൺ ഇൻറ്റു ഏതൊരു ആൽഫബറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും ആ ഒരു ആൽഫബറ്റ് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എപ്സിലോൺ ഇൻറ്റു A എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞാൽ ഏതാണ്? Q1 ആണ്. A എന്ന് പറഞ്ഞാൽ Q1. അപ്പോൾ Q0 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ Q1 എന്ന് കിട്ടി.
നെക്സ്റ്റ് ഡെൽ ഓഫ് Q0 ഇൻറ്റു ബി. Q0 ഇൻറ്റു ബി. Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ. എപ്സിലോൺ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി തന്നെയാണ്. ബി ഇതിലുണ്ടോ? ഇല്ല, ബി മാത്രമില്ല. എയും എ ബിയും എ ബി എയും ഉള്ളു. അപ്പോൾ ബി ഇല്ലെങ്കിൽ അത് എന്തിലോട്ട് പോകും? റിജക്ട് സ്റ്റേറ്റ്. അപ്പോൾ Q5. ഓക്കെ അല്ലേ? ഇനി അടുത്ത നെക്സ്റ്റ് Q1 ആണ്. അടുത്ത് നോക്കിക്കുക, ഡെൽ ഓഫ് Q1 ഇൻറ്റു എ. Q1 ഇൻറ്റു എ. Q1 ഇൻറ്റു എ ചെയ്യുമ്പോൾ എങ്ങനെ വരും? Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ. എ ഇൻറ്റു എ, അതായത് എ ഇതിലുണ്ടോ? ഇല്ല, എ മാത്രമേ ഉള്ളൂ. എ ബിയും എയും മാത്രമേ ഉള്ളൂ അല്ലേ? എ ഇല്ല. എ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? റിജക്ട് സ്റ്റേറ്റിലോട്ട്. അപ്പോൾ എന്ത് വരും ഇവിടെ? റിജക്ട് സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? റിജക്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Q5. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, Q1 ഇൻറ്റു ഡെൽ ഓഫ് Q1 ഇൻറ്റു എന്താണ്? ബി. Q1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? എ ആണ്. അപ്പോൾ എന്തൊരു? എ ഇൻറ്റു ബി. എ ബി ആണ്. എ ബി എന്തിലുണ്ടോ? ഉണ്ടല്ലേ? Q2 എ ബി ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? Q1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ Q2 ആണ്. ഓക്കെ അല്ലേ? ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓരോന്നും അതിൻ്റേതായ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടൻ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ഇതിലുണ്ടോ നോക്കിയിട്ട് ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് വേണം നമ്മൾ എഴുതാം. നെക്സ്റ്റ് നോക്കിക്കേ, Q2 നോക്കിക്കേ. Q2 എങ്ങനെ വരും? ഡെൽ ഓഫ് Q2 ഇൻറ്റു എ. Q2 ഇൻറ്റു എ. Q2 എന്താണ്? Q2 എന്ന് പറഞ്ഞാൽ നമ്മൾ എ ബി ആണല്ലേ? അപ്പം എ ബി ഇൻറ്റു എ, അതായത് എ ബി എ എന്ന് വരും. എ ബി എ ഉണ്ടോ? ഇതിലുണ്ടോ? ഇല്ല. നമുക്ക് എ ബി എ ഉണ്ട്. ആദ്യത്തെ എ ബി എ ഉണ്ടല്ലോ, നമുക്ക് എന്തെടുക്കാം? എ ബി എ എടുക്കാം. എ ബി എ ഇതിലുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരാം? Q3. ഓക്കെ. നെക്സ്റ്റ് Q2 ഇൻറ്റു ബി. ഡെൽ ഓഫ് Q2 ഇൻറ്റു ബി. Q2 നമ്മൾ പറഞ്ഞത് എന്താണ്? എ ബി ആണ്. അപ്പോൾ എ ബി ബി വരും. എ ബി ഇതിലുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? എ ബി ഉണ്ടല്ലേ? എ ബി മാത്രമേ ഉള്ളൂ. എ ബി ബി ഉണ്ടോ? ഇല്ല. എ ബി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വരും അവിടെ ഉത്തരം? Q5 വരും. Q5 വന്നു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ, എ ബി Q3 ഇൻറ്റു എ, അതായത് എ ബി എ ആണ് Q3. അപ്പോൾ എങ്ങനെ വരാം? എ ബി എ ഇൻറ്റു എ, അതായത് എ ബി എ എന്ന് വരും. എ ബി എ. എ ബി എയിൽ എ ബി എ ഉണ്ട്. എ ബി എ ഇല്ല. എ വേണേൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ എ ബി എ ആണ്. എ ബി എ എന്ന് പറഞ്ഞാൽ Q3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? Q3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ Q3 തന്നെ വരും. നെക്സ്റ്റ് നോക്കിക്കുക, ഡെൽ ഓഫ് Q3 ഇൻറ്റു ബി. Q3 എന്താണെന്ന് നമുക്കറിയാം? എ ബി എ ആണല്ലേ? അപ്പോൾ എ ബി എന്ന് വരും. എ ബി എ ഉണ്ട്. എ ബി ഉണ്ടോ? ഇല്ല. അപ്പോൾ എ ബി എ എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 തന്നെയാണ്. അപ്പോൾ Q3 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ Q3 ആണ്. നമുക്ക് നെക്സ്റ്റ് ഡെൽ ഓഫ് Q5 ആണ്. Q5 ഇൻറ്റു എ. അതേപോലെ റിജക്ട് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരത്തില്ലല്ലോ ഒന്നും. അപ്പോൾ ഡെൽ, അതായത് Q5 ഇൻറ്റു എയും Q5 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റിജക്ട് സ്റ്റേറ്റ് തന്നെ കിട്ടും. അപ്പോൾ ലാസ്റ്റത്തത് രണ്ടും റിജക്ട് സ്റ്റേറ്റ് Q5. ഇങ്ങനെയാണ് നമ്മൾ ഈ ട്രാൻസിഷൻ ടേബിൾ ഫില്ല് ചെയ്യുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നമുക്കിനി ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ ഉണ്ടല്ലോ, ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം വെച്ചിട്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാണ്? DFA വരയ്ക്കാൻ പോവാണ്. ഓക്കെ. സോ നമ്മൾ നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നത് DFA ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ ട്രാൻസിഷൻ ടേബിൾ വച്ചിട്ട് എന്ത് വരയ്ക്കണം? DFA വരയ്ക്കണം. നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ? ഇത് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കിക്കോ. നമുക്കിതിൽ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണ്? Q0. അപ്പോൾ നമ്മൾ Q0 ആയിരിക്കും നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ആരോ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തു Q0. നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? Q1 ആണ്. ആദ്യം ഈ സ്റ്റേറ്റുകളൊക്കെ ഒന്ന് വരയ്ക്കുക. Q1 ആണ്. നെക്സ്റ്റ് Q2. ഓക്കെ. ഫൈനൽ സ്റ്റേറ്റ് ആണ് നമ്മുടെ Q3. ഫൈനൽ സ്റ്റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഡബിൾ സർക്കിൾ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. അതേപോലെ നമുക്കൊരു റിജക്ട് സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ Q5. അത് വേണമെങ്കിൽ നമുക്ക് താഴെ വരയ്ക്കാം. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും സ്റ്റേറ്റ്സ് നമ്മൾ വരച്ചു. ഇതിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, നമുക്കറിയാം. ഫൈനൽ സ്റ്റേറ്റ് മാർക്ക് ചെയ്യും. ഇനി നമ്മൾ നോക്കിക്കേ, Q0 Q1 പോകുന്നത് ഏത് വരിയാണ്? എ വരിയാണല്ലേ? എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ Q0 Q1 പോകുന്ന ഏതാണ്? എ. ഓക്കെ അല്ലേ? അടുത്ത് Q0 ബിയിലോട്ട് പോകുന്നത് എന്താണ്? Q5 Q0 ബിയിലോട്ട്, ബി വരിയാണ് Q5 എത്തിയത്. ഓക്കെ. നെക്സ്റ്റ് Q1 എയിലോട്ട്, അല്ല Q1 Q5 ചെന്നത് ഏത് വരിയാണ്? എ വരിയാണ്. Q1 എങ്ങോട്ടാണ് പോയത്? Q5. Q1 Q5 ഏത് വരി പോയി? എ വരി. ഓക്കെ.
ഇനി നെക്സ്റ്റ് Q1 Q2 ഏത് വരി പോയി? ബി വരിയാണ്. Q1 Q2 ഏത് വരി പോയി? ബി വരി. ഇനി നെക്സ്റ്റ് Q2 നോക്കിയേ. Q3 പോയതാണ് എ വരിയാണ്. Q2 Q3 പോയത് എ വരി. അടുത്ത് Q5 പോയതോ? ബി വരി. Q2 Q5 പോയത് ബി വരി. അപ്പോൾ Q2 Q5 ജോയിൻ ചെയ്യുന്നത് ബി ആണ്. അടുത്ത് നോക്കി, അടുത്ത് Q3 ആണ്. Q3 പോയി ഏത് വരിയാണ്? എ വരിയാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് വരും? സെൽഫ് ലൂപ്പ് വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് Q3 ഉണ്ടല്ലോ, ഈ Q3 തന്നെ ഏതിലോട്ട് പോയി? Q3 തന്നെ വീണ്ടും പോയത് ഏതാണ്? ബിയിലോട്ട്. അപ്പോൾ അവിടെ എന്ത് വരും? എ ബി സെൽഫ് ലൂപ്പ് വരും. ഇനി നെക്സ്റ്റ് ഫൈനൽ സ്റ്റേറ്റ് Q5 എയിലോട്ട് ചെന്നതും Q5 Q5 ബിയിലോട്ട് ചെന്നതും Q5 വരിയാണ്. അല്ല, Q5 ചെന്നത് എയും ബിയും വരികയാണ്. അപ്പോൾ Q5 ഇവിടെ റിജക്ട് സ്റ്റേറ്റിന് അവിടെ എന്ത് വരും? 2 സെൽഫ് ലൂപ്പ് വരും, എ ബി. സോ ഇതാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത DFA. മനസ്സിലായോ? ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ വെച്ച് DFA വരയ്ക്കാൻ മനസ്സിലായോ? ഇങ്ങനെ വരയ്ക്കുന്ന കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ട്രാൻസിഷൻ ടേബിൾ വരച്ചിട്ട് DFA വരയ്ക്കുന്നത് നല്ലതാണ്. ഒറ്റയടിക്ക് DFA വരയ്ക്കാനും പറ്റും. ഓക്കെ അല്ലേ? വേറൊരു DFAയുടെ വേറൊരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ a DFA which accept with the language L equal to a b a raised to n, n greater than or equal to 0. നമുക്കിവിടെ ഒരു ലാംഗ്വേജ് വന്നിട്ടുണ്ട്. എന്താണ്? a b a raised to n. നമ്മൾ നേരത്തെ ചെയ്ത DFA എന്താണ്? ദ ലാംഗ്വേജ് സ്റ്റാർട്ട്സ് വിത്ത് എ ബി എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണതാണ്. അതേപോലെയാണ് ഇവിടെ എ ബി എ റൈസ് ടു എൻ ആണ്. അതായത് ഇവിടെ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് നമുക്ക് എന്നിൻ്റെ വാല്യൂ 0 ആവാം, 1 ആവാം, 2 ആവാം, എന്ത് വേണോ ആവാം. ഓക്കെ. n 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എ ബി എ റൈസ് ടു എൻ, അതായത് ഈ ലാസ്റ്റത്തെ എ ഇല്ലേ, ആ എ എത്ര വേണോ ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. അതാണ് ഈ ഒരു ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ട്രിങ് എന്തായിരിക്കും? ഫസ്റ്റ് നമുക്ക് എ ബി എ റൈസ് ടു, അതായത് എ ബി എ റൈസ് ടു 0 ചെയ്തു. അപ്പോൾ എന്ത് വരും? എ ബി എ തന്നെയായിരിക്കും. അപ്പോൾ എ ബി ഫസ്റ്റ്. അടുത്ത് നമുക്കത് എ ബി എ റൈസ് ടു 1 നോക്കാം. അപ്പോൾ എന്തായിരിക്കും? എ ബി എ എ വരാം ഇല്ലേ? അപ്പോൾ എന്ത് വരാം? എ ബി എ എ. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എയുടെ എണ്ണമാണ് ഇവിടെ എന്താവുന്നത്? ഇൻക്രീസ് ആവും. ഇതാണ് നമ്മുടെ സ്ട്രിങ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് Q എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് Q0 വേണം, ഇനിഷ്യൽ സ്റ്റേറ്റ്. പിന്നെ Q1 വേണം. Q1 ഏതിനായിരിക്കും? എക്കായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് സ്ട്രിങ് വിത്ത് എ, സ്ട്രിങ് സ്റ്റാർട്ടിങ് വിത്ത് എ ആണ് Q1. Q2 സ്ട്രിങ് വിത്ത് സ്റ്റാർട്ടിങ് വിത്ത് എ ബി ആയിരിക്കും. Q3 സ്ട്രിങ് വിത്ത് എ ബി എ ആയിരിക്കും. മനസ്സിലായല്ലോ? എക്കൊരു സ്റ്റേറ്റ്, എ ബിക്ക് ഒരു സ്റ്റേറ്റ്, എ ബി എക്ക് ഒരു Q3 എന്ന സ്റ്റേറ്റ്. Q3 ആയിരിക്കും അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. Q0 ആണ് ഇനിഷ്യൽ സ്റ്റേറ്റ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു റിജക്ട് സ്റ്റേറ്റ് ഉണ്ട്, അതാണ് Q5 റിജക്ട് സ്റ്റേറ്റ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്സ് എല്ലാം ഓക്കെ അല്ലേ? ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ ടേബിൾ വരച്ച് നോക്കാം. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. ഇപ്പം നമ്മുടെ 2 ഇൻപുട്ട്സ് ആണ് എ ബി. നമ്മുടെ സ്റ്റേറ്റ്സ് വന്നിട്ട് Q0, Q1, Q2, Q3 ആൻഡ് Q5. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ Q0 എന്താണ്? എപ്സിലോൺ ആണ്, ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. Q3 ബാക്കി Q1 എന്ന് പറഞ്ഞാൽ എ ആണ്, എ ബി ആണ് Q2, എ ബി എ ആണ് Q3, 5 എന്ന് പറഞ്ഞാൽ റിജക്ട് സ്റ്റേറ്റ്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് Q0 ഇൻറ്റു എ, അതായത് ഡെൽ ഓഫ്, വേണമെങ്കിൽ അങ്ങനെ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞു ചെയ്യാം. നമുക്കിപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. Q0 ഇൻറ്റു എ, അതായത് ഡെൽ ഓഫ് Q0, എ എന്ന് പറഞ്ഞത് എന്താണ്? എപ്സിലോൺ ഇൻറ്റു എ ആണ്. എപ്സിലോൺ ഇൻറ്റു ഏതൊരു ഇത് ചെയ്താലും, എപ്സിലോൺ ഇൻറ്റു എ ആയാലും എപ്സിലോൺ ഇൻറ്റു ബി ആയാലും എ തന്നെ കിട്ടും, ആ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ എപ്സിലോൺ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നെയാണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 ആണ്. അപ്പോൾ Q0 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ Q1.
ഓക്കെ, നെക്സ്റ്റ് Q0 ഇൻറ്റു ബി, അതായത് എപ്സിലോൺ ഇൻറ്റു ബി ബി ആണ്. അപ്പോൾ ഇവിടെ ബി ഉണ്ടോ? ബി ഇല്ല. അപ്പോൾ അത് എന്തിലോട്ടോ? റിജക്ട് സ്റ്റേറ്റ്. അപ്പോൾ Q0 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ Q5. നെക്സ്റ്റ് Q1 ഇൻറ്റു എ. Q1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണല്ലേ. അപ്പോൾ എ ഇൻറ്റു എ അല്ലേ, എ ഇതിലുണ്ടോ? ഇല്ല, എ ഇല്ല. അപ്പോൾ അതെന്തിലോട്ട് പോകും? റിജക്ട് സ്റ്റേറ്റിലോട്ട് പോകും. ഇതിലോട്ട് പോകും, റിജക്ട് സ്റ്റേറ്റിലോട്ട് പോകും. അടുത്ത് Q1 ഇൻറ്റു ബി, അതായത് എ ഇൻറ്റു ബി, എ ബി ഇതിലുണ്ട് Q2. അപ്പോൾ Q1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ Q2 ആണ്. നെക്സ്റ്റ് Q2 ഇൻറ്റു എ, അതായത് എ ബി എ ഇതിലുണ്ടോ? ഉണ്ട്, Q3. അപ്പോൾ Q2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ Q3 ആണ്. അടുത്ത് Q2 ഇൻറ്റു ബി, അതായത് എ ബി ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വരും? റിജക്ട് സ്റ്റേറ്റ്, Q5. അടുത്ത് എ ബി എ, അതായത് Q3 ഇൻറ്റു എ ബി എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ബി എന്ത് വരും? ഇങ്ങനെ വരും, എ ബി എ വരും. ഇതിൽ എ ബി എ ഉണ്ട്, എ ബി ഈ എ നമുക്ക് കട്ട് ചെയ്താണ്. അപ്പോൾ എ ബി എ ഇതിലുണ്ട് Q3. അപ്പോൾ Q3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? Q3 തന്നെ. അടുത്ത അതേപോലെ Q3 ഇൻറ്റു ബി, അതായത് എ ബി ഇതിൽ എ ബി എ ഉണ്ട്, ബി കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് വരും? എ ബി എ അല്ലേ ഉള്ളൂ, എ ബി ഇല്ലല്ലോ. അപ്പോൾ എന്തിലോട്ട് പോവും? എന്തിലോട്ടാണ് പോകുന്നത്? റിജക്ട് സ്റ്റേറ്റിലോട്ട് പോകും. നെക്സ്റ്റ് നോക്കിയോ, Q5 റിജക്ട് സ്റ്റേറ്റ് ഇൻറ്റു എന്ത് ചെയ്താലും നമുക്ക് എന്താ? റിജക്ട് സ്റ്റേറ്റ് തന്നെ വരും. സോ Q5. മനസ്സിലായോ ട്രാൻസിഷൻ ടേബിൾ ഫില്ല് ചെയ്തത്? ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ ട്രാൻസിഷൻ ടേബിൾ വെച്ച് എന്ത് വരയ്ക്കാം? DFA കൺസ്ട്രക്ട് ചെയ്യാം. നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഈ ട്രാൻസിഷൻ ടേബിൾ ഇവിടെ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ എന്ത് വരയ്ക്കാൻ വേണം? DFA വരയ്ക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട് അതൊക്കെ എഴുതാം. ഫസ്റ്റ് ഏതാണ്? Q0 ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, പിന്നെ എന്തൊരു Q5 ഉണ്ട്. അതൊരു ട്രാപ്പ്, അതായത് റിജക്ട് സ്റ്റേറ്റ് എന്ന് പറയാം. Q0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യലാണ്, Q3 എന്ന് പറഞ്ഞാൽ ഫൈനലാണ്. സോ ഡബിൾ സർക്കിളിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇത്രയും ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഓരോ പാത്ത് കളക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ? Q0 ഇൻറ്റു എ. Q0യിൽ നിന്ന് Q1 ഏത് വരിയാണ് പോയത്? എ വരിയാണ്. Q0 ടു Q1 സ്റ്റേറ്റിലെത്തിയത് എ വരിയാണ്. അടുത്ത് Q0യിൽ നിന്ന് Q5 എത്തിയത് ഏത് വരിയാണ്? ബി ആണ്. അപ്പോൾ Q0യിൽ നിന്ന് Q5 ബി. അടുത്ത് Q1 Q5 ഏത് വരിയാണ്? എ. Q1 Q5 എ. അടുത്ത് Q1 Q2 ബി വരിയാണ്. Q1 Q2 ബി വരികയാണ്. അടുത്ത് Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് Q3 എത്തിയതാണ്? എ വരികയാണ്. Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് Q3 എത്തിയത് എ വരികയാണ്. അടുത്ത് Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് Q5 ആണെങ്കിലോ ബി ആണ്. Q2 Q5 ബി. അടുത്ത് Q3 തന്നെ വന്നത് ഏതാണ്? എയിലാണ്. അപ്പോൾ അവിടെ എന്ത് വരും? Q3 തന്നെ ഒരു സെൽഫ് ലൂപ്പ് എ വരാം. Q3യിൽ നിന്ന് Q3 തന്നെയാണ് പോയത് സ്റ്റേറ്റിൽ. അപ്പോൾ ഇവിടെ എ ആണ്. അടുത്ത് Q3യിൽ നിന്ന് Q5 ബി ആണ്. അപ്പോൾ Q3യിൽ നിന്ന് Q5 ബി. അടുത്ത് Q5 അറിയാലോ, Q5 രണ്ടും Q5 തന്നെയാണ് പോയത്, എയും ബിയും ആണ്. അപ്പം Q5യിൽ എന്ത് വരും? ഒരു സെൽഫ് ലൂപ്പ് വരും, എ ബി. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത DFA വിത്ത് ദ ലാംഗ്വേജ് AB A raised to n. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് DFA കൺസ്ട്രക്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ.